രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. നീചൻ ഇവൻ കുലമൊക്കെ മുടിപ്പതിനായി ആചരിച്ചാനിതു തൻ മരണത്തിനും. ഇവൻ നീചനാണ് ഈ രാവണൻ. ഈ വംശത്തെ മുടിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ പ്രകാരത്തിലെല്ലാം പ്രവർത്തിച്ചത്. എന്ന് മാത്രമല്ല, അവൻ്റെ വിനാശത്തിനും കൂടി ആണ് അവൻ ഇങ്ങനെയെല്ലാം അരുതാത്ത കർമ്മങ്ങളൊക്കെ ചെയ്തത്. അല്ല, ബന്ധുക്കളെയെല്ലാം കൊല്ലിച്ചു. അതേപോലെ തന്നെ തൻ്റെ മരണത്തിനും ഈ രാവണൻ തന്നെ കാരണമായി തീർന്നിരിക്കുന്നു എന്നിങ്ങനെ രാക്ഷസ സ്ത്രീകൾ അവരുടെ ദുഃഖം സഹിക്കവയ്യാതെ ഉള്ള കാര്യം, അവരുടെ മനസ്സിൽ കിടന്നതായ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുകയാണ്. അവർക്കത് സാധിക്കും. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും രാവണനെ കുറ്റം പറയാം, ഫൽസിക്കാം. എന്തുകൊണ്ടെന്നാൽ രാവണൻ ദുർബലനായി കഴിഞ്ഞിരിക്കുന്നു. ഇത്തം പുരസ്ത്രീ ജനത്തിൻ വിലാപങ്ങൾ നക്തഞ്ചരാധിപൻ കേട്ട് ദുഃഖാർത്തനായി. ആദ്യമായിട്ടാണ് രാവണൻ ഇങ്ങനെ സ്വജനങ്ങൾ തന്നെ ചീത്ത പറയുന്നത്, തന്റെ കുറ്റങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് കേൾക്കുന്നത്. ശത്രുക്കൾ പോലും ധൈര്യപ്പെട്ട് തന്റെ മുന്നിൽ വന്നിട്ട് ഇതുവരെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇത് കേട്ട് ദുഃഖാർത്തനായി കഴിഞ്ഞു രാവണൻ. അയാൾ ഉടനെ തന്നെ തന്റെ അടുപ്പക്കാരായ യോദ്ധാക്കളോട്, മന്ത്രിമാരോട് പറഞ്ഞു, ശത്രുക്കളെ കൊന്നൊടുക്കുവാനിന്നിനി യുദ്ധത്തിനാശു പുറപ്പെടുകെങ്കിൽ നാം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇനി വൈകിക്കേണ്ട കാര്യമില്ല. ശത്രു വിനാശനത്തിന് വേണ്ടിയിട്ട് ലക്ഷ്യം അപ്പോഴും അതുതന്നെ. കാരണം രാവണൻ ധീരനാണ്. ശത്രു വിനാശനത്തിന് വേണ്ടിയിട്ട് നമുക്ക് യുദ്ധത്തിന് പുറപ്പെടാം എന്ന് രാവണൻ മന്ത്രിമാരോട് പറഞ്ഞു. അപ്പോഴേക്കും വിരൂപാക്ഷനും മഹോദരനും മഹാപാർശ്വനും അവരെല്ലാവരും അദ്ദേഹത്തിന്റെ മന്ത്രിമാരാണ്, ബന്ധുക്കളാണ്. ഇതിൽ പലരും അമ്മാവന്മാരാണ്. ഇങ്ങനെ ഏതാനും പേരെ ഇപ്പോൾ പ്രധാനികൾ അവശേഷിച്ചിരിപ്പുള്ളൂ. ബാക്കി എല്ലാവരും പോയി കഴിഞ്ഞിരിക്കുന്നു. രാവണന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത് കാലപുരിയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അവരെയും കൂട്ടി, അവശേഷിച്ച പടയും കൂട്ടി രാവണൻ ഉത്തരഗോപുരത്തൂടെ പുറപ്പെട്ട് ശസ്ത്രങ്ങൾ തൂകിത്തുടങ്ങിനാരേറ്റവും വടക്കേ ഗോപുരത്തിലൂടി ചെന്ന് വെളിയിലേക്ക് വന്ന് വാനരപ്പടയുടെ നേരെ, ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ നേരെ, ലക്ഷ്മണകുമാരനെതിരെ അവരുടെ കൈവശമുള്ളതായ ശക്തിമത്തായിട്ടുള്ള ആയുധങ്ങൾ പ്രയോഗിച്ചു തുടങ്ങി. അങ്ങനെ പുറത്തേക്ക് വരുന്ന അവസരത്തിൽ ദുർനിമിത്തങ്ങളുണ്ടായി. രാവണൻ അത് ശ്രദ്ധിച്ചു. രാവണന്റെ പരാജയത്തെയും രാവണന്റെ മരണത്തെയും സൂചിപ്പിക്കുന്നതായ ദുർനിമിത്തങ്ങൾ അത് രാവണൻ കണ്ടു. പക്ഷേ അതിനെ അനാദരിച്ചു അദ്ദേഹം. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും വീരൻ എന്നുള്ള നിലയിൽ താൻ ചെയ്യേണ്ടതായ കർത്തവ്യം ചെയ്തിരിക്കും എന്ന ആ ദൃഢനിശ്ചയത്താൽ നിശാചര നായകനായ രാവണൻ ആ ദുർനിമിത്തങ്ങളെയെല്ലാം വിഗണിച്ചിട്ട് ആ ഗോപുര വാതിലിൽ നിന്ന് പുറത്തേക്ക് വന്നു. അങ്ങനെ രാവണൻ മന്ത്രിമാരോടൊപ്പം സൈന്യത്തോടൊപ്പം പുറത്തേക്ക് വരുന്നത് വാനരവീരന്മാർ കണ്ടു. കണ്ടിട്ട് അവരെല്ലാവരും കല്ലും മലയും അതേപോലെ തന്നെ വൃക്ഷങ്ങളും ഒക്കെ ആയിട്ട് വളരെ വേഗതയോടുകൂടിയിട്ട് രാക്ഷസന്മാരോട് ഏറ്റുമുട്ടാനായിട്ട് പാഞ്ഞു വന്നു. സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ ഉഗ്രമാവണ്ണം പൊരുതാരതുനേരം. രാവണന്റെ മന്ത്രിമാരിൽ ഒരാളാണ് വിരൂപാക്ഷൻ. മന്ത്രിമാരിൽ പ്രധാനിയുമാണ് അയാളും സുഗ്രീവനും തമ്മിൽ അത്യധികം ധീരതയോടുകൂടിയിട്ട്
അതിസാഹസത്തോടു കൂടിയിട്ട് പൊരുതു. ഇങ്ങനെ വാനരവീരന്മാരെല്ലാവരും ശക്തന്മാരായിരിക്കുന്ന രാക്ഷസവീരന്മാരോട് ഏറ്റവും ക്രോധത്തോടു കൂടിയിട്ട് രാക്ഷസന്മാരെ സംഹരിക്കാനായിട്ട് യുദ്ധം തുടങ്ങി. ആ അവസരത്തിൽ വിരൂപാക്ഷൻ കൊല്ലപ്പെടുന്നുണ്ട്, മഹോദരൻ കൊല്ലപ്പെട്ടു, മഹാപർശൻ കൊല്ലപ്പെട്ടു. ഇങ്ങനെ പ്രധാനികളായിട്ടുള്ള രാക്ഷസവീരന്മാരെല്ലാം കൊല്ലപ്പെട്ടു. മറ്റ് രാക്ഷസവീരന്മാരെ വാനരങ്ങൾ ഒടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവും അതേപോലെ തന്നെ രാവണനും തമ്മിൽ നേരിട്ട് യുദ്ധം ആരംഭിച്ചു. താമസാസ്ത്രം വാനരന്മാരെ തകർക്കാൻ വേണ്ടിയിട്ട് രാവണൻ പ്രയോഗിച്ചു. രാമനുടനെ ഐന്ദ്രാസ്ത്രമെയ്ത് അതിനെ തടഞ്ഞു. അപ്പോഴേക്കും രാവണൻ ആസുരമസ്ത്രമെയ്തു. അപ്പോഴേക്കും ആഗ്നേയം കൊണ്ട് രാമൻ അതിനെ നിർവീര്യമാക്കി. ആ അവസരത്തിൽ മയൻ കൊടുത്തിരിക്കുന്ന വേല് തന്റെ തേരിൽ നിന്നെടുത്തിട്ട് രാവണൻ രാമന്റെ നേരെ പ്രയോഗിച്ചു. അപ്പോൾ രാമൻ ഗാന്ധർവമസ്ത്രം കൊണ്ട് അതിനെ നിഷ്പ്രഭമാക്കി തീർത്തു. ഇങ്ങനെ രാമനും രാവണനും തമ്മിൽ ഘോരമായിട്ടുള്ളതായ യുദ്ധം ആരംഭിച്ചു. ആ യുദ്ധത്തിനിടയ്ക്ക് രാമന്റെ അമ്പുകളേറ്റ് രാവണനാകെ തളർന്നു തുടങ്ങി. ലക്ഷ്മണകുമാരൻ ഇതിനിടയ്ക്ക് നേരെ രാവണന്റെ മുന്നിൽ വന്നിട്ട് രാവണനുമായി യുദ്ധം ചെയ്തു. അപ്പോൾ വിഭീഷണൻ ചാടി വീണിട്ട് രാവണന്റെ തേരിലെ അശ്വങ്ങളെ മുഴുവൻ കൊന്നു. ക്രോധത്തോടുകൂടി രാവണൻ ഒരു വേലെടുത്ത് വിഭീഷണന്റെ നേരെ വിഭീഷണനെ കൊല്ലാനായി എറിഞ്ഞു. അത് കണ്ട് ലക്ഷ്മണകുമാരൻ അമ്പുകൾ കൊണ്ട് ആ വേലിനെ നുറുക്കിയിട്ടു. ഇത് രാവണന് ക്രോധത്തെ വർദ്ധിപ്പിച്ചു. രാവണൻ ഉടനെ തന്നെ വിഭീഷണനെ കൊല്ലാൻ വേണ്ടിയിട്ട് മയൻ കൊടുത്തതായ വേല് അത് താൻ തേരില് പ്രത്യേകമായിട്ട് സംരക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ആ വേലെടുത്ത് ചാട്ടുവാൻ ഓങ്ങി വിഭീഷണന്റെ നേരെ. അപ്പോഴേക്കും ലക്ഷ്മണകുമാരൻ രാവണന്റെ നേരെ മുമ്പിൽ വന്നു വിഭീഷണനെ മറച്ചു. എന്നിട്ട് രാവണന്റെ നേരെ ബാണങ്ങൾ പ്രയോഗിച്ചു. അപ്പോഴേക്കും രാവണൻ പറഞ്ഞു, ലക്ഷ്മണൻ തന്നോട് നന്ന് നീ എത്രയും രക്ഷിച്ചവാർ വിഭീഷണനെ തഥാ. കൊള്ളാം കൊള്ളാം, നീ വീരൻ തന്നെ, നീ വിഭീഷണനെ രക്ഷിച്ചല്ലോ, ആ രക്ഷിച്ച രീതി കൊള്ളാം. എന്നാൽ നിനക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നീ പരീക്ഷിച്ചുകൊള്ളുക. ഞാനിതാ നിന്റെ നേരെ അത് കരുത്തുറ്റതായ വേലെറിയാണ്, നിനക്ക് അതിനെ തടയാൻ കഴിയുമോ? ലക്ഷ്മണന്റെ അമ്പുകൾക്ക് ആ വേലിനെ തടയാനായില്ല, വേലിനെ നുറുക്കാനായില്ല. ആ വേലേറ്റിട്ട് വേൽ കൊണ്ട് ലക്ഷ്മണൻ വീണത് കണ്ട് ഉള്ളിൽ മാൽ കൊണ്ട് രാമനും നിന്നു വിഷണ്ണനായി. ലക്ഷ്മണൻ വേലേറ്റ് വീണു. അത് കണ്ടു രാമൻ. അദ്ദേഹത്തിന് വളരെയേറെ ദുഃഖമുണ്ടായി. രാമൻ ദുഃഖിതരായി നിൽക്കുന്ന വാനരങ്ങളെ സമാധാനിപ്പിക്കാനും ശ്രമിക്കേണ്ടി വന്നു. രാമൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ലക്ഷ്മണന്റെ ചുറ്റും നിന്ന് ലക്ഷ്മണനെ സംരക്ഷിച്ചുകൊള്ളുക. ഇപ്പോൾ വേദനിക്കാനുള്ള സമയമല്ല, യുദ്ധം ചെയ്യാനുള്ള സമയമാണ്. അതുകൊണ്ട് ഞാൻ രാവണനുമായിട്ട് ഏറ്റുമുട്ടുകയാണ് എന്ന് പറഞ്ഞ് രാമൻ യുദ്ധം ആരംഭിച്ചു. രാമനും രാവണനുമായിട്ടുള്ള ഘോരമായ യുദ്ധം നടക്കുമ്പോൾ രാമന്റെ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് തന്റെ അനുജന്റെ ആ അവസ്ഥയെക്കുറിച്ചുള്ളതായ ചിന്ത വരും. സോദരൻ വീണ് കിടക്കുന്നതോർത്ത് ഉള്ളിൽ ആദ്യമൊഴുത്തു രഘുകുല നായകൻ. തന്റെ സഹോദരൻ വേലേറ്റ് വീണ് കിടക്കുന്നത് കണ്ടിട്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് ആധിയുണ്ടായി, ആധി വർദ്ധിച്ചു. അദ്ദേഹം ചിന്തിച്ചു, ധീരതയില്ല യുദ്ധത്തിനേതും മമ ഭൂതലേ വാഴുകയിൽ, നല്ലത് എനിക്കിനി ഭ്രാതാവ് തന്നോടുകൂടെ മരിപ്പതും എന്നുവരെ ചിന്തിച്ചു. ലക്ഷ്മണകുമാരൻ വേലേറ്റ് ആപത്തിൽപ്പെട്ട് കിടക്കാണ്.
ഇനി ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ലക്ഷ്മണനോടൊപ്പം മരിക്കുന്നതാണ് നല്ലത് എന്ന് വരെ രാമൻ ചിന്തിച്ചു. രാമൻ ആ യുദ്ധത്തിനിടയ്ക്ക് വീണ്ടും ലക്ഷ്മണ സമീപത്തേക്ക് വന്നു. അപ്പോഴേക്കും വാനരങ്ങളുടെ വൈദ്യനായിരിക്കുന്ന സുഷേണൻ രാമനോട് പറഞ്ഞു, ലക്ഷ്മണകുമാരന് കുഴപ്പമൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ പ്രാണന് ആപത്തൊന്നും തന്നെയില്ല, ഒരു ചെറിയൊരു മോഹം മാത്രമേ ഉള്ളൂ, അത് ഉടനെ തന്നെ തീർക്കാം. ആഞ്ജനേയൻ നേരത്തെ അങ്ങ് ദിവ്യ ഔഷധങ്ങൾ കൊണ്ടുവന്നതുപോലെ വിശല്യകരണി എന്നുള്ള ദിവ്യൌഷധത്തെ കൊണ്ടുവരട്ടെ. ലക്ഷ്മണകുമാരൻ ഈ വ്യസനത്തിൽ നിന്നിട്ട്, ഈ വിപത്തിൽ നിന്നിട്ട് പൂർണ്ണ സുഖം കൈവരിക്കും. അങ്ങനെ ആഞ്ജനേയൻ സുഷേണൻ പറഞ്ഞതനുസരിച്ചിട്ട് മരുന്ന് കൊണ്ടുവന്നു. ചെന്നു മരുന്നതും കൊണ്ടുവന്നിടിനാൻ. അപ്പോഴേക്കും സുഷേണൻ അതെടുത്ത് നസ്യം ചെയ്തു. അതോടുകൂടി ആലസ്യവും തീർന്ന് തെളിഞ്ഞു വിളങ്ങിനാൻ. ലക്ഷ്മണകുമാരൻ ആ ആലസ്യത്തിൽ നിന്ന് ഉണർന്നു. തുടർന്ന് വീരനായ ലക്ഷ്മണൻ രാമനോട് പറയാണ്, അങ്ങ് ഋഷിമാരോട് ചെയ്തതായ പ്രതിജ്ഞ ഇപ്പോൾ നിറവേറ്റണം, രാവണനെ നിഗ്രഹിക്കണം. രാമനോട് ലക്ഷ്മണകുമാരൻ പറഞ്ഞു. എന്നിട്ട് ഈ ലോകത്തെ വിപത്തിൽ നിന്നിട്ട് അങ്ങ് മോചിപ്പിക്കണം. ശ്രീരാമചന്ദ്ര മഹാപ്രഭു ലക്ഷ്മണകുമാരൻ്റെ ആ വാക്കുകൾ കേട്ട് കൂടുതൽ കരുത്തോടു കൂടിയിട്ട് രക്ഷോവരനായിരിക്കുന്ന രാവണനോട് യുദ്ധം ആരംഭിച്ചു. ആ യുദ്ധം നടക്കുമ്പോഴേക്കും അതിൻ്റെ പ്രത്യേകത ആകാശത്ത് നിൽക്കുന്ന ദേവന്മാരെല്ലാം ശ്രദ്ധിച്ചു. പാരിൽ നിന്ന് ഇക്ഷ്വാകു വംശത്തിലകനും, ഇക്ഷ്വാകു വംശത്തിന് തൊടുകുറിയായിരിക്കുന്ന ശ്രീരാമചന്ദ്ര മഹാപ്രഭു ഭൂമിയിൽ നിന്നാണ് യുദ്ധം ചെയ്യുന്നത്. തേരിൽ നിന്ന് ആശരവംശത്തിലകനും, രാക്ഷസവംശത്തിന് തൊടുകുറിയായിരിക്കുന്ന രാവണനാകട്ടെ തേരിൽ നിന്ന് യുദ്ധം ചെയ്യുന്നു. അതിഘോരമായ യുദ്ധമാണ്. പക്ഷേ ഈ യുദ്ധം അസമമാണ്. ഒരാൾ തേരിൽ, വേറൊരാൾ ഭൂമിയിൽ. നാരദാദികൾ ഉടനെ തന്നെ ഇക്കാര്യം ഇന്ദ്രനോട് പറഞ്ഞു. ഉടൻ ഇന്ദ്രനും മാതലിയോട് ചൊന്നാൻ, മമ സ്യന്തനം കൊണ്ടക്കൊടുക്ക നീ വൈകാതെ. തൻ്റെ തേരാളിയായിരിക്കുന്ന മാതലിയോട് ഇന്ദ്രൻ പറഞ്ഞു, എൻ്റെ സ്യന്തനം യുദ്ധത്തിനുപയോഗിക്കുന്ന തേരാണ്. തേരുകൾ പല പ്രകാരത്തിലുണ്ട്. അതിൽ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന തേര്, നമ്മുടെ കവചിത വാഹനങ്ങൾ പോലെ അതുപോലുള്ളതായ തേര്, അതുമായിട്ട് നീ വേഗത്തിൽ ലങ്കയിലെ പടക്കളത്തിലെത്തുക. എന്നിട്ട് ശ്രീരാമചന്ദ്രനോട് ഈ തേരിലേറി നിന്നിട്ട് യുദ്ധം ചെയ്യാൻ പറയുക. ഭംഗിയായിട്ട് രാമന് വേണ്ടിയിട്ട് നീ തേര് തെളിക്കുക. അത് കേട്ട് മാതലി വളരെ വേഗത്തിൽ ഇന്ദ്രന്റെ രഥവുമായിട്ട് ലങ്കാപുരിയിൽ വരികയാണ്. വന്ന് ശ്രീരാമചന്ദ്രന്റെ മുന്നിലെത്തി രാമനെ വണങ്ങി. എന്നിട്ട് രാമനോട് പറഞ്ഞു, രാവണനോട് സമരത്തിനെന്ന് ഞാൻ ദേവേന്ദ്ര ശാസനയാവിട കൊണ്ടിതു. ദേവേന്ദ്രൻ എന്നോട് കൽപ്പിച്ചു, അതനുസരിച്ചിട്ട് ഞാൻ അങ്ങയ്ക്ക് രാവണനോട് സമരം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ദ്ര സമീപത്ത് നിന്ന് ഈ തേരുമായി അങ്ങയുടെ സമീപത്തിൽ എത്തിച്ചേർന്നതാണ്. തേരതിലാശു കരേറുക പോരിനായി, യുദ്ധം ചെയ്യുവാനായിട്ട് അങ്ങ് ഈ തേരിൽ കയറുക. മാരുത തുല്യ വേഗേന നടത്തുവൻ. കാറ്റ് എങ്ങനെയാണോ അന്തരീക്ഷത്തിലൂടി സഞ്ചരിക്കുന്നത്, വായു ഭഗവാന്റെ ആ വേഗതയിൽ ഞാൻ തേര് നടത്തും എന്ന് രാമനോട് മാതലി പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്ര മഹാപ്രഭു ആ തേരിനെ വന്ദിച്ച് അദ്ദേഹം തേരിൽ അമ്മാറു കരേറിനാൻ. ആ തേരിലേക്ക് അദ്ദേഹം കയറി. അപ്പോൾ രാവണനിത് കണ്ടു. ഇതുവരെ രാമൻ ഭൂമിയിൽ നിന്നാണ് തന്നോട് യുദ്ധം ചെയ്തത്. അപ്പോൾ തനിക്ക് കുറച്ച് സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ സൗകര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്താ കാരണം? തന്നോട് തുല്യനായി രാഘവനെ കണ്ട് വിണ്ണിൽ ആമാറൊന്നു നോക്കി ദശാനനൻ. തനിക്ക് തുല്യനായി മാറിയിരിക്കുന്നു രാമൻ. എന്താ? രാമനും വളരെ ദിവ്യമായിരിക്കുന്ന ഒരു തേരിൽ ഏറിയിരിക്കുകയാണ്. ഇന്ദ്രരഥമാണത്. ആ തേരിൽ നിൽക്കുകയാണ്.
ആ തേര് തെളിക്കുന്നത് മാതലിയും. ഇതെല്ലാം മാതലിയെയും ആ രഥത്തെയും എല്ലാം രാവണന് നന്നായി അറിയാം. അപ്പോൾ ദേവന്മാര് രാമനെ നേരിട്ട് സഹായിക്കുന്നു എന്ന് രാവണന് ബോധ്യമായി. രാവണൻ മുകളിലേക്ക് നോക്കി, ആ ദേവന്മാരുടെ നേരെ നോക്കി. എന്നിട്ട് വീണ്ടും ഒരു കുശലം കൂടാതെ യുദ്ധം ചെയ്യാണ് രാവണൻ രാക്ഷസീയമായ തേരിൽ. ആ രാക്ഷസീയമായ തേരിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന ആളിനെ എങ്ങനെ പരാജയപ്പെടുത്താനാകും? ഐന്ദ്രമണ്ഡലത്തിൽ വിഹരിക്കുന്നതായ തേരിൽ നിന്നുകൊണ്ടേ പരാജയപ്പെടുത്താൻ പറ്റൂ. അതിനു വേണ്ടിയിട്ടാണ് ഇന്ദ്രരഥം തന്നെ അവിടെ വന്നത്. നാം ഇപ്പോൾ ഈ സ്ഥൂല ശരീരവുമായിട്ട് ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത് ഭൂലോകത്തിലാണ്. ഈ ഭൂലോകത്തിൻ്റെ ഉപരിമണ്ഡലം ഭൂർലോകം, അതിൻ്റെ ഉപരിമണ്ഡലം സ്വർലോകം. ആ സ്വർലോകത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള സ്ഥാനം അതാണ് ഇന്ദ്രന്റെ മണ്ഡലം. അതിനും അപ്പുറം മഹർലോകമാണ്. ആ ഇന്ദ്രമണ്ഡലത്തിൽ വിഹരിക്കുന്നതായ തേര്, ഇന്ദ്രന്റെ തേര്, അതിൽ നിന്നുകൊണ്ട് വേണം, അത്രയും ഔന്നത്യങ്ങളിൽ നിന്നുകൊണ്ട് വേണം രാക്ഷസി ഭാവങ്ങളെ എതിരിടാൻ. അതിനു വേണ്ടിയിട്ടാണ് ഇന്ദ്രരഥം തന്നെ അവിടെ എത്തിച്ചത്. ആരാണോ ധർമ്മത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ധർമ്മത്തെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമണ്ഡലത്തിൽ തൻ്റെ കർമ്മരംഗത്ത് ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുന്നത്, അവർക്ക് വേണ്ടുന്ന സമയത്ത് ഇതേപോലെ ഇന്ദ്രരഥം സഹായമായിട്ട് എത്തിച്ചേരും. നാം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും ആ നല്ല കാര്യങ്ങളിൽ വിജയം കൈവരാൻ വേണ്ടിയിട്ട്, ആ നല്ല കാര്യങ്ങൾ ഭംഗിയായി നടക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് നമുക്കും ലോകത്തിനും ശ്രേയസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നാം നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിലും നമ്മളോടൊപ്പം ദേവന്മാരുണ്ടാകും. അവർ വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്തു തരും. അതേപോലെ തന്നെ ഋഷിവര്യന്മാരും മഹാത്മാക്കളുമെല്ലാം നാം ചെയ്യുന്ന നല്ല കർമ്മങ്ങൾക്ക് ശക്തി പകരാൻ വേണ്ടിയിട്ട് നമ്മോടൊപ്പം ഉണ്ടാകും. അങ്ങനെയുള്ള നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി ഇറങ്ങുമ്പോഴാണ് മനസ്സിന് മുമ്പെങ്കിലും ഇല്ലാത്തതായിട്ടുള്ള കരുത്ത് വന്നു ചേരുന്നതായിട്ടുള്ള അനുഭവം ഓരോ മനുഷ്യനും കൈവരിക. അതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലാത്ത കാര്യം, ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതായ കാര്യം, അത് അതിസമർത്ഥമായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നു എന്നത് ആ സമയങ്ങളിൽ ബോധ്യപ്പെടും. എന്താ കാരണം? നമ്മിലേക്ക് കടന്നു വന്ന് നമുക്ക് ഈ കർമ്മമണ്ഡലത്തിൽ വേണ്ടുന്ന പ്രകാരത്തിൽ ചെയ്യാൻ വേണ്ടുന്ന ശക്തി പകരുന്നത് ഈ ദേവന്മാരും ഋഷിവര്യന്മാരുമൊക്കെയാണ്. അതാണ് ഇന്ദ്രരഥത്തിൽ ഏറി നിന്നുകൊണ്ട് രാക്ഷസീ ഭാവങ്ങളോട് ഏറ്റുമുട്ടുന്നതായ ശ്രീരാമചന്ദ്രൻ. ഇങ്ങനെ രാമനും അതേപോലെ രാവണനും തേരിൽ നിന്നുകൊണ്ട് പരസ്പരം യുദ്ധം ചെയ്യുന്നു. ആ യുദ്ധത്തിൽ രണ്ടുപേരുടെ കയ്യിലും ദിവ്യായുധങ്ങൾ ഏറെയുണ്ട്. ആ ദിവ്യായുധങ്ങളിൽ, അതിൻ്റെ പ്രയോഗവിശേഷങ്ങളിൽ, അതിനെ തടയുന്ന കാര്യങ്ങളിൽ അങ്ങേയറ്റം പ്രാവീണ്യമുള്ളവരാണ് രണ്ടുപേരും. അങ്ങനെ ആ പ്രാവീണ്യമെല്ലാം അവിടെ പരീക്ഷിക്കപ്പെട്ടു. ഈ പ്രകാരത്തിലുള്ളതായൊരു യുദ്ധം അതിനു മുമ്പ് ലോകത്താരും കണ്ടിട്ടില്ല. ആകാശം ആകാശത്തോട് എതിർക്കുന്ന പോലെയും സമുദ്രം സമുദ്രത്തോട് ഏറ്റുമുട്ടുന്ന പോലെയും രാമനും രാവണനും കൂടി പ്രപഞ്ചത്തെ മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാണ്. ഏറ്റവും ശക്തിയേറിയതായ യുദ്ധം, ഏറ്റവും ഭയങ്കരമായ യുദ്ധം രാമരാവണ യുദ്ധമാണ്. എന്താ കാരണം? നമ്മുടെ ഉള്ളിലെ രജോ ഗുണമാണ് രാവണൻ. ആ രാവണനെ അവിടെ നിന്നിട്ട് പൂർണ്ണമായിട്ടും നശിപ്പിച്ച് പുറത്തേക്ക് വലിച്ചെറിയുന്ന പ്രക്രിയയാണ് രാമന് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഭഗവാൻ ആ രജോ ഗുണത്തെ പൂർണ്ണമായിട്ടും ധ്വംസിക്കുന്നു. അങ്ങനെ അവിടെ നിലനിൽക്കാനും നമ്മുടെ മനസ്സുകളെല്ലാം ലങ്കയാക്കി നിലനിർത്താനും രജോ ഗുണൻ ശ്രമിക്കുമ്പോൾ ഭക്തന് വേണ്ടിയിട്ട് ആ രജോ ഗുണത്തെ ദൂരീകരിക്കാൻ ഈശ്വരീ ശക്തി പ്രവർത്തിക്കുന്നു.
അങ്ങനെ അവർ രണ്ടും തമ്മിലുള്ളതായ യുദ്ധം, അതാണ് ഏറ്റവും ബലിഷ്ഠമായ യുദ്ധം. അതിനേക്കാൾ വലിയ യുദ്ധമില്ല. ആറ്റം ബോംബുകൾക്ക് പോലും ഈ യുദ്ധത്തിൻ്റെ ആ ഭീകരതയുടെ, ആ കരുത്തിൻ്റെ, ആ ഘോരതയുടെ അടുത്തെങ്ങും ചെല്ലാനാവില്ല. കാരണം അതിനേക്കാളും സൂക്ഷ്മമായ മണ്ഡലത്തിൽ, അതിനേക്കാളും അടിസ്ഥാനപരമായിരിക്കുന്ന തലത്തിൽ, ഏറ്റവും മൗലികമായിരിക്കുന്ന രാക്ഷസീ ഭാവങ്ങളുടെ മൗലികമായിരിക്കുന്ന ആ രജോ ഗുണത്തോട് അതിനെ എടുത്ത് ദൂരേക്ക് ഇല്ലാതാക്കി എറിയുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിശ്രമമാണത്. സർവശക്തിയും അവിടെ പ്രയോഗിക്കപ്പെടണം. അതാണ് രാമനും രാവണനും തമ്മിലുള്ളതായ യുദ്ധത്തിന് സമാനമായിട്ട് അത് മാത്രമേ ഉള്ളൂ. രാമരാവണയോർ യുദ്ധം രാമരാവണയോരിവ. ഇത് അലങ്കാരങ്ങൾ പഠിക്കുന്ന അവസരത്തിൽ അത് പഠിപ്പിക്കാനായിട്ട് ആചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്ന ഉദാഹരണങ്ങളിലൊന്നാണ്. രാമരാവണന്മാർ തമ്മിലുള്ള യുദ്ധം ഏതുപോലെയാണെന്ന് ചോദിച്ചാൽ രാമരാവണന്മാർ തമ്മിലുള്ള യുദ്ധം പോലെയാണ്.